പശ്ചിമ ബംഗാളിലെ 34 വർഷത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് അന്ത്യം കുറിച്ച പ്രക്ഷോഭങ്ങളുടെ തുടക്കം ഇവിടെ നിന്നായിരുന്നു. ടാറ്റ സിംഗൂർ ഭൂമി ഉപേക്ഷിച്ചു പോയിട്ട് 6 വർഷമാകുന്നു. ചെറുകാർ പദ്ധതിക്ക് വേണ്ടി പണിത ഈ കെട്ടിടങ്ങൾ തുരുമ്പ് പിടിച്ച് ഇല്ലാതാകുന്നതിനൊപ്പം അനിശ്ചിതത്വത്തിലായത് ഇവരുടെ ജീവിതമാണ്. സിംഗൂരിന്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികൾ. നഷ്ടപ്പെട്ടുപോയ ഭൂമി തിരികെ ലഭിച്ചിട്ടില്ല. ഫാക്ടറി യാഥാർത്ഥ്യമാകാത്തതിനാൽ അടുത്ത തലമുറയ്ക്ക് ജോലി ലഭിക്കുമെന്ന വാഗ്ദാനം അപ്രസക്തമായി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പാതയായ ഗ്രാൻഡ് ട്രങ്ക് റോഡിന്റെ ഇരുവശത്തുമായി വിളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടമായിരുന്നു സിംഗൂരിന്റെ പുഷ്ടി. പാട്ടകൃഷി നടത്തിയിരുന്ന വൻജന്മിമാർ ഭൂമി സന്തോഷത്തോടെ വിട്ടുകൊടുത്തപ്പോൾ ജീവിതം ഒരു തുണ്ട് ഭൂമിയിലെ കൃഷി മാത്രമായിരുന്ന പാവപ്പെട്ടവർ ഭൂമി സംരക്ഷിക്കാനായി പൊരുതി. ഇവർക്ക് നഷ്ടപ്പെട്ടുപോയ ഭൂമിക്ക് പകരം ലഭിച്ചത് ഉറപ്പില്ലാത്ത ഈ വീടുകളാണ്. আজ আমাদের ধান হচ্ছিল, আলু হচ্ছিল, পাট হচ্ছিল, ঢেঁড়স হচ্ছিল, আমাদের তো কিছু অভাব ছিল না। এখন তো আমাদের অভাব টেনে নিয়ে এলো। अधिग्रहण करने लगा, हमारा घर बाड़ी तो भीतर में पड़ गया। वो उसको भांग से यहाँ दिया था, तो लेकिन ये तो 6 वर्ष घर सब टूटे भांगे भींगे और इतना पानी बहुत कष्ट हुआ। കൃഷിഭൂമിയും വാസസ്ഥലവും നഷ്ടപ്പെട്ട് കുടിയൊഴിക്കപ്പെട്ടവരുടെ നിസ്സഹായതയാണ് ഈ ഗ്രാമത്തിൻ്റെ മുഖച്ഛായ. എങ്കിലും ഇവരിൽ ഇപ്പോഴും പ്രതീക്ഷ ബാക്കിയുണ്ട്. സിംഗൂറിലെ ഗുവാഹട്ടി ഗ്രാമത്തിൽ നിന്നും ക്യാമറമാൻ സനോജ് കുമാർ ബേപ്പൂരിനൊപ്പം ഡി ശ്രീജിത്ത്, മീഡിയ 1.